ആരുടെ കാലത്തായിരുന്നു ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ വന്നത്? ആരുടെ കാലത്തായിരുന്നു, ഏത് ഖലീഫയുടെ കാലത്തായിരുന്നു ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിച്ചത്? ഏതു ഖലീഫയുടെ കാലത്തായിരുന്നു ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ വന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെയായിരുന്നു ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ വന്നത്, കൂടുതൽ ഇസ്ലാം സ്വീകരിച്ചത് എന്നതിന്റെ ശരിയായ ആൻസർ ആദ്യമായിട്ട് നമ്മുടെ സാദി കുമ്പള എന്ന ഐഡിയ ആണ് അതിന്റെ ശരിയായ ആൻസർ അടിച്ചത്. മുമ്പൊക്കെ നല്ല അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എത്ര വയസ്സായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു? എത്ര വയസ്സായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ എന്നതിന്റെ ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. 17 വയസ്സ് തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. ആദ്യമായിട്ട് AR നെല്ലിക്കുത്തി എന്ന ഐഡിയാണ് അതിന്റെ ശരിയായ ആൻസർ ആദ്യമായി തന്നത്. മബ്രൂക്ക് AR നെല്ലിക്കുത്തി. നാലടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. വൈറ്റ് റാബിറ്റ് കേൾക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നാലടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ എത്ര പൊന്നിനായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ മിസ്രിലെ മന്ത്രിയായിരുന്ന ഒരു ആള് വാങ്ങിയത്? മിസ്രിലെ മന്ത്രിയായിരുന്ന അദ്ദേഹം എത്ര പൊന്നിനായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അടിമ ചന്തയിൽ നിന്ന് വാങ്ങിയത്? ഓക്കെ, ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. അതും നമ്മുടെ AR നെല്ലിക്കുത്താണ് അതിന്റെ ശരിയായ ആൻസർ ആദ്യമായി തന്നത്. 20 പൊന്നിനായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിയത്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന സ്ത്രീ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന മഹദി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന മഹദി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന മഹദി ആര് എന്നതിന്റെ ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. ഉമ്മുൽ ഫദ്ൽ ആണ് അതിന്റെ ശരിയായ ആൻസർ. ഉമ്മുൽ ഫദ്ൽ തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ ആദ്യമായിട്ട് തന്നത്. നമ്മുടെ സലാം പാമ്പുരുത്തിയാണ് അതിന് ആൻസർ തന്നത്. മബ്രൂക്ക്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അടിമകളുടെ കൂട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിച്ചത് ആരായിരുന്നു ആദ്യം? അടിമകളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചത് ആരായിരുന്നു? ബിലാൽ റളിയല്ലാഹു അൻഹു അല്ല, ഉമ്മു ജമീലയല്ല. അടിമകളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചത് ആരായിരുന്നതാണ് ചോദ്യം. അടിമകളുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചത് ശരിയായ ആൻസർ തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ ശരിയായ ആൻസർ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു അതിന്റെ ശരിയായ ആൻസർ ആദ്യമായിട്ട് തന്നത് നമ്മുടെ സെയ്ദ് എന്ന് സലാം പാമ്പുരുത്തിയാണ് അതിന് ശരിയായ ആൻസർ ആദ്യമായിട്ട് അടിച്ചത്. സലാം പാമ്പുരുത്തി വളരെ ക്ലിയർ ആയി തന്നെ താഴെ അടിച്ചിട്ടുണ്ട് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വൈറ്റ് റാബിറ്റിനൊരു എന്താണ് ടെസ്റ്റ് ഡോട്ട് കൊടുത്താലും കൊള്ളാല്ലേ? വൈറ്റ് റാബിറ്റ് കേൾക്കുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഡോട്ട് നല്ലതാണെന്നാ തോന്നുന്നത്. അദ്ദേഹം വേണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ, അതാ നല്ലത്. എന്താ മാണ്ടാന്നോ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഒരു രോഗം കൊണ്ട് റമദാൻ മാസത്തിലെ നോമ്പ് ഒഴിവാക്കുകയും അതേ പകലിൽ തന്നെ അവന്റെ അസുഖം ഭേദപ്പെട്ടാൽ ബാക്കിയുള്ള സമയത്ത് അവന്റെ നോമ്പ് അനുഷ്ഠിക്കല്, നോമ്പുകാരെ പോലെ നിൽക്കലിന്റെ വിധി എന്താണ്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
ഒരു രോഗം കൊണ്ട് റമദാൻ മാസത്തിലെ നോമ്പ് ഒഴിവാക്കുകയും അതേ പകലിൽ തന്നെ അവന്റെ അസുഖം ഭേദപ്പെട്ടാൽ നോമ്പുകാരെ പോലെ നിൽക്കണോ നിൽക്കേണ്ട, അതിന്റെ വിധി എന്തെന്നാണ് ചോദ്യം. ഓക്കെ, ശരിയായ ആൻസർ തന്നെയാണ് വന്നത്. നോമ്പുകാരെ പോലെ നിൽക്കൽ സുന്നത്ത് തന്നെയാണ് അതിന്റെ ശരിയായ ആൻസർ. സുന്നത്ത് എന്ന് ആദ്യമായിട്ട് അടിച്ചത് നമ്മുടെ സുബൈർ 11 എന്ന ഐഡി തന്നെയാണ് അതിന്റെ ശരിയായ